بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരവും പ്രത്യേകിച്ച് ഹൃദയം, ആത്മാവ് എല്ലാം അസാധാരണമാം വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കുകയും വീണ്ടും വീണ്ടും സമ്പൂർണമാക്കുകയും പ്രകാശമാനമാക്കുകയും ചെയ്ത സംഭവങ്ങൾ നിരവധിയാണ്. ഹാർട്ട് ഓപ്പറേഷൻ എന്നത് അടുത്ത കാലത്ത് മാത്രമാണ് വിജയകരമായ ഒരു ചികിത്സാ രീതിയായി മെഡിക്കൽ സയൻസ് കണ്ടെത്തി പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുകയും അതിന് തിളക്കവും മികവും കൂട്ടിക്കൂട്ടി അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തത് സ്വഹീഹായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അത് ഒരു വലിയ യാത്രയുടെ മുന്നോടിയായി, ഇസ്രാ മിഅ്റാജിന്റെ മുന്നോടിയായി ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അത് നുബുവത്ത് ലഭിച്ചതിന് ശേഷമാണെങ്കിൽ അവിടുത്തെ ബാല്യകാലത്ത് വളർത്തുമ്മ സയ്യിദത്തുന ഹലീമത്ത് സഅദിയ്യ റളിയല്ലാഹു അൻഹായുടെ സംരക്ഷണയിൽ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ഒരു ഓപ്പറേഷൻ നടന്നത് മൈസറത്ത് എന്ന സഹോദരൻ ദൃക്സാക്ഷിയായി സംഭവിച്ചത് ഇതൊക്കെ കാണാം ഹദീസുകളിൽ. ആടുമേക്കാൻ പോയ സമയത്ത് സഹോദരന്മാരുണ്ട്, ഹലീമ ബീവിയുടെ മക്കൾ കൂടെയുണ്ട്. ആ ഇടക്ക് ബഹുമാനപ്പെട്ട മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ആ റിപ്പോർട്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. ആട് മേക്കാൻ വേണ്ടി പോയപ്പോൾ കുട്ടികളുമൊത്ത് കളിക്കുന്ന സമയമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആ തിരുദൂതരെ പിടിച്ചു മെല്ലെ കിടത്തിയിട്ട് ഹൃദയം, നെഞ്ച് പിളർന്ന ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരു രക്തപിണ്ഡം എടുത്തു മാറ്റുകയും വീണ്ടും അത് തൽസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഹദ്ദു ശൈത്വാനി മിൻക്. ഏതൊരു മനുഷ്യനും മാനുഷികമായ ഒരു പ്രകൃതിയിൽ പിശാച് അവനെ സമീപിക്കുകയും വസ്വസത്തും ദുഷ്ചിന്തയും ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് ഹൃദയത്തിൽ ഒരു ചെറിയ ഒരു ഭാഗം ഉണ്ട്. അതാണ് പിശാചിൻ്റെ നിയന്ത്രണ കേന്ദ്രം. ആ ഭാഗമാണ് ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയത്. ഹാദാ ഹദ്ദു ശൈത്വാനി മിൻക്. ഇത് തങ്ങളിൽ നിന്നുള്ള പിശാചിന് തങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു ഭാഗം. അതെല്ലാ മനുഷ്യർക്കും മനുഷ്യ സൃഷ്ടിപ്പിൽ തന്നെ ഉള്ളതാണ്. അതാണ് എടുത്തു മാറ്റിയത്. ഇനി പിശാചിന് തങ്ങളുടേക്ക് യാതൊരു വഴിയുമില്ല എന്ന് പറയുകയും സംസം വെള്ളം കൊണ്ട് ആ ഹൃദയം നന്നായി കഴുകി
തൽസ്ഥാനത്ത് അത് വെച്ചു കൈകൊണ്ടൊന്ന് തടവി കൊടുത്തു. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ സഹോദരന്മാരും കുട്ടികളും ഒക്കെ ഉണ്ട് അവിടെ. അവർ ആകെ പേടിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ വന്നു കൊന്നുകളഞ്ഞു എന്ന നിലക്കാണ് ഹലീമ ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്ന് കുട്ടികൾ വിവരം പറഞ്ഞത്. വളർത്തുമാതാവ് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ വല്ലാതെ പേടിച്ചു. അവർ ഓടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും സംഭവിക്കാത്ത വിധത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു പരിഭ്രമം അവിടുത്തെ മുഖത്ത് കാണാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു. സംഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്ത് തുന്നിയ ആ സ്റ്റിച്ചിൻ്റെ അടയാളം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, ഹദീസിൻ്റെ റിപ്പോർട്ടറായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സ്റ്റിച്ചിൻ്റെ അടയാളം ഞാൻ ആ നെഞ്ചിൽ നോക്കിയാൽ കാണാറുണ്ടായിരുന്നു എന്ന്. ഇത് ചെറുപ്പത്തിൽ നടന്ന ഒരു ഓപ്പറേഷനാണ്. പിന്നെയും പല പ്രാവശ്യം ഇതുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഓപ്പറേഷൻ നടന്നപ്പോൾ ചെറുപ്പമാണ്. പിന്നെ 10 വയസ്സായപ്പോൾ രണ്ടാമത് ഒന്നുകൂടി ആ ഹൃദയം ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി നുബുവത്ത് വഹ്യ് ലഭിച്ച ഗാർ ഹിറായിൽ ആരാധനാമഗ്നരായി അള്ളാഹുവിനെ ഇബാദത്തിൽ ഫിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയിലും ചിന്തയിലും കഴിഞ്ഞുകൂടിയിരുന്ന ആ സന്ദർഭത്തിലാണല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആ ഖിറാഅത്തിനുള്ള സന്ദേശം വഹിച്ചുകൊണ്ട് നുബുവത്ത് എൻ്റെ ആദ്യ ആ അവസരത്തിൽ വഹ്യ് വന്ന ആ സന്ദർഭം. ആ സമയത്തും ഹൃദയ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. നാലാമത് നാം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇസ്റാ മിഅ്റാജ് എന്ന 2 സംഭവങ്ങൾ നടന്ന ആ വിശുദ്ധമായ രാത്രിയിൽ അന്നും നടന്നിട്ടുണ്ട്. എന്തിനാണ് ഈ ഓപ്പറേഷൻ, എന്താണ് ഇതിൻ്റെ ഫലം എന്ന് പണ്ഡിതന്മാർ ധാരാളമായി പറഞ്ഞതായി കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തെ, ഇങ്ങനെ ഒരു സംഭവത്തെ ചില പുത്തൻ പ്രവണതക്കാർ നിഷേധിച്ചപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ടും ഇങ്ങനെയുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം അത് ശരിയായ റിപ്പോർട്ടും സനദോടുകൂടെ വ്യക്തമായി വന്നിട്ടുള്ളതും അതിന് ആ ഹൃദയത്തിന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് നൽകിയിട്ടുള്ള ആ പ്രത്യേകമായ ആ കഴിവും എപ്പോഴും ആ ഹൃദയം ഉണർന്നിരിക്കുന്നു. ആ ഹൃദയത്തിന് ഒരിക്കൽ പോലും യാതൊരു തളർച്ചയോ അശ്രദ്ധയോ വരാത്ത വിധത്തിൽ മുഴു സമയവും അള്ളാഹുവിൻ്റെ ആ ഹളറത്തുൽ ഖുദ്സിൽ നിന്ന് വിടാതെ അവിടുന്ന് നിലനിൽക്കാനുള്ള ആ കഴിവും കെൽപ്പും ആ ഹൃദയത്തിന് കൂട്ടിക്കൂട്ടി നൽകുകയായിരുന്നു ഇതിൻ്റെ ആവശ്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇസ്രാ മിഅ്റാജിന് പുറപ്പെടുന്ന സമയത്ത് ഉണ്ടായ ഓപ്പറേഷൻ, ഈ ഓപ്പറേഷൻ കൊണ്ട് ഇങ്ങനെ വല്ല വ്യത്യാസവും സ്വഭാവത്തിൽ വരുത്താൻ സാധിക്കുമോ എന്ന കാര്യം മോഡേൺ മെഡിക്കൽ സയൻസ് അതിൽ പഠനം നടത്തുകയും അവർ വ്യക്തമായ തെളിവുകളിലൂടെ ഒരു മനുഷ്യൻ്റെ എന്നല്ല ഏതൊരു ജീവിയുടെയും സ്വഭാവം തന്നെ മാറ്റാൻ ഈ ഓപ്പറേഷൻ കൊണ്ട് സാധിക്കും എന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ഒരു എലിയിൽ ഡോക്ടർമാർ നടത്തിയ ഗവേഷണവും പരിശോധനയും മെഡിക്കൽ ജേണലുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്.
തലച്ചോറിൽ അമിട്ടാല എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടെന്നും പേടി, ഭീരുത്വം, ആശങ്ക ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം ആ ജീവിയിൽ ഈ പറയുന്ന ഭാഗമാണ് നിയന്ത്രിക്കുന്നത്. ആ ഭാഗം എടുത്തു കളഞ്ഞു ഡോക്ടർമാർ, ഗവേഷകന്മാർ ഒരു എലിയെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഭാഗം തലച്ചോറിൽ നിന്ന് അമിട്ടാല എന്ന ഭാഗം എടുത്തു കളഞ്ഞു. എന്നിട്ട് ആ മുറിവ് സുഖപ്പെടുത്തിയിട്ട് ഈ എലിയെ അവർ ഒരു പൂച്ചയുടെ നേരെ തുറന്നു വിട്ട് അവർ പരിശോധിച്ചത് ഈ ജേണലുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. പൂച്ചയെ കണ്ടാൽ എലി ഓടി ഒളിക്കുമായിരുന്ന ആ സ്വഭാവം ഈ അമിട്ടാല എന്ന് പറയുന്ന ഭാഗം നീക്കം ചെയ്യപ്പെട്ട എലിയിൽ കണ്ടില്ല എന്ന് മാത്രമല്ല, പൂച്ചയെ കണ്ടപ്പോൾ ആക്രമണോത്സുകതയോടുകൂടെ അങ്ങോട്ട് പൂച്ചയുടെ നേരെ ഓടിച്ചെന്ന് അതിനെ ആക്രമിക്കാനുള്ള ഒരു ത്വരയാണ് ആ എലിയിൽ കണ്ടതെന്ന്. ആ പൂച്ചയുടെ നേരെ അങ്ങോട്ട് ചെന്ന് പൂച്ചയെക്കുറിച്ചുള്ള ഭയപ്പാടില്ല. പൂച്ചയെ കണ്ടാൽ പേടിച്ചോടുമായിരുന്ന എലിക്ക് പേടിയുണ്ടായിരുന്നില്ല. ഈ ഒരു പരീക്ഷണത്തിലൂടെ ഓപ്പറേഷൻ കൊണ്ട് ഒരു വലിയ സ്വാഭാവികമായ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ സാധിക്കുമെന്ന് മോഡേൺ സയൻസ് തെളിയിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അതിമഹത്തായ സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആവശ്യമായിരുന്നു. കാരണം ഊഹാതീതമായ കാര്യങ്ങളാണ് കൺമുമ്പിൽ കാണാൻ പോകുന്നത്. അവിടുത്തെ യാത്രയും ആ യാത്രയിൽ ഉണ്ടായ അനുഭവങ്ങളും സ്വർഗനരക ദൃശ്യങ്ങളും അതിൽ ഒരു ശരാശരി മനുഷ്യന് ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മാനസിക വിഭ്രാന്തി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ ഒന്നു രണ്ടും ഒന്നുമല്ല ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രികളിൽ നടന്നിട്ടുള്ളത്. അത് ഉൾക്കൊള്ളണമെങ്കിൽ അതിന് പ്രത്യേകമായി പാകപ്പെട്ട ഒരു ഹൃദയവും അതിനാവശ്യമായ ഒരു ബോഡി ഫിറ്റ്നസ്സും ഇല്ലെങ്കിൽ ആ ഒരു സംഭവം കഴിയുമ്പോഴേക്ക് ബുദ്ധിക്ക് തന്നെ ഭ്രമം ബാധിച്ച് പരിസരബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. ഈ കാര്യം ഖുർആനിൽ പ്രത്യേകം മെൻഷൻ ചെയ്തത് കാണാം. മാ സാഗൽ ബസറു വമാ തഗാ മാ കദബൽ ഫുആദു മാ റആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അത്ഭുത യാത്രയിൽ അവിടുന്ന് കണ്ട അത്യത്ഭുതവും അതിഭീകരവുമായ ദൃശ്യങ്ങളും ആ ഹൃദയം ഉൾക്കൊള്ളാൻ പ്രയാസപ്പെട്ടില്ല. ആ ഹൃദയത്തിന് അത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഈ ഓപ്പറേഷൻ വഴിയും മറ്റും ലഭിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സജ്ജമാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ കൊണ്ട് വലിയ മാറ്റങ്ങൾ ശരീരത്തിലും മനസ്സിനും വരുത്താൻ സാധിക്കുമെന്ന് ആധുനിക സയൻസ് കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്തതിന് ധാരാളം ഫലങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അത് ചില കാര്യങ്ങൾ നാം പറഞ്ഞു. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ ഹലീമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നടന്ന ഓപ്പറേഷനിൽ ഹൃദയത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം എടുത്ത് മുറിച്ചു ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹബ്ബു ശൈത്വാനി മിൻക്, ഇത് പിശാചിൻ്റെ ഹബ്ബ് ആണ്. അവർ ശരീരത്തിലേക്ക് പിശാച് കടന്നു വരുന്നത് ഈ ഒരു ഭാഗം ആണ് അവൻ്റെ നിയന്ത്രണത്തിലേക്ക് വരിക. അതെടുത്തു മാറ്റി. അതോടുകൂടെ പിശാചിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്ത സാഹചര്യം വന്നു.
അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹായുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏതൊരാളുടെ കൂടെയും അവൻ്റെ കരീന് ഉണ്ട്, ആ കരീന് അവനെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾക്കും ഇങ്ങനെ കരീൻ ഉണ്ടോ? അവിടുന്ന് പറഞ്ഞു, നഅം വലാകിന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലം. പക്ഷേ അല്ലാഹു തആലാന്റെ പ്രത്യേക സഹായം കൊണ്ട് എൻ്റെ കരീന് എനിക്ക് വഴിപെട്ടു, മുസ്ലിമായി എന്ന് ശരിയായ ഇസ്ലാം തന്നെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എനിക്ക് അവൻ കീഴൊതുങ്ങി, ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈരിൻ, നല്ല കാര്യങ്ങൾ മാത്രമേ എൻ്റെ കരീനും എന്നോട് കൽപ്പിക്കുകയുള്ളൂ. ചീത്ത ദുർബോധനങ്ങൾ, പൈശാചികമായ ദുർബോധനങ്ങളാണ് മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെയുള്ള കരീൻ എന്നോട് നല്ല കാര്യം മാത്രമേ കൽപ്പിക്കുള്ളൂ. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവൻ മുസ്ലിമായി. അപ്പോൾ പിശാചിന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും വൈകാരികമായ പൈശാചികമായ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, താല്പര്യങ്ങൾ അതൊന്നും അവിടുത്തെ ഹൃദയത്തിലേക്ക് കടക്കാത്ത വിധത്തിൽ അള്ളാഹു നേരത്തെ തന്നെ ആ ഹൃദയം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു ഈ ഓപ്പറേഷൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. വമാ അഖ്റജൽ അംലാകു മിൻ ഖൽബിഹി അദൻ വലാകിന്നഹും സാദൂഹു തുഹ്റൻ അലാ തുഹ്രി. ഈ ഹാർട്ട് ഓപ്പറേഷനെ അധികരിച്ചുകൊണ്ട് മഹാന്മാർ ചൊല്ലിയ ഒരു ബൈത്താണ്. മലക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ആ ഹൃദയത്തിൽ നിന്ന് മോശമായൊരു ഭാഗം നീക്കിയതല്ല. കാരണം അവിടുന്ന് ഏറ്റവും സംശുദ്ധനായും ഏറ്റവും സമ്പൂർണനായും സർവ സൽസ്വഭാവങ്ങളുടെയും വിളനിലമായുമാണ് അള്ളാഹു അവിടുത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് ഖുർആൻ ഈ കാര്യമാണല്ലോ വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒരു മോശമായ ഭാഗം ഒഴിവാക്കുകയല്ല, വലാകിന്നഹും സാദൂഹു തുഹ്റൻ അലാ തുഹ്രി, നേരത്തെയുള്ള ആ നൈർമല്യവും പരിശുദ്ധിയും കുറച്ചുകൂടി വീണ്ടും വീണ്ടും ഇരട്ടിയായി അള്ളാഹു നൽകുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അവിടെ മറ്റ് എന്തെങ്കിലും ഒരു മോശമായ ഭാഗമുള്ളത് എടുത്തു മാറ്റിയതല്ല എന്ന പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധി, അഖല്, ആ അഖലിന്റെ പൂർണ്ണത വിവരിക്കുന്ന ധാരാളം ഉദ്ധരണികൾ കാണാം. അവിടുത്തെ ബുദ്ധിയിലും ആ തൻ്റെ ഇടവും അതിൻ്റെ പൂർണ്ണതയും ഖുർആൻ വിവരിക്കുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നബിയെ തങ്ങൾക്ക് ഒരിക്കലും ബുദ്ധി ഭ്രമം വരികയില്ല. സാധാരണ ഒരു ബുദ്ധി അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ അറ്റാക്ക് വന്നാൽ അവിടെ ചിത്തഭ്രമം ബാധിക്കുകയും ആ ബുദ്ധിക്ക് താളം തെറ്റുകയും എല്ലാം ചെയ്തെന്ന് വരാം. പക്ഷേ അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് തങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഗതിയും വരില്ല എന്ന് വിശുദ്ധ ഖുർആൻ അവിടുത്തെ ആ ബുദ്ധിക്ക് അള്ളാഹു നൽകിയ കമാലും അതിൻ്റെ സമ്പൂർണതയും വിവരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അവിടുത്തെ ഹൃദയം എപ്പോഴും ഉണർന്നിരിക്കും. അത് അമ്പിയാക്കന്മാരുടെ പൊതു സ്വഭാവം എന്നതിൽ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രക്രിയകളിലൂടെയും മറ്റും ആ സ്വഭാവം വളരെ
ഉയർന്നതായി ഹദീസുകളിൽ കാണാം. ഇവിടെ വളരെ അധികം സംഭവങ്ങൾ ആ കാര്യം കാണിക്കുന്നു. ഈ യുദ്ധങ്ങളെക്കുറിച്ചും മറ്റു മുന്നേറ്റങ്ങളെക്കുറിച്ചും ശത്രുക്കൾ വളരെ ഭീകരമായി മുസ്ലിംകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെയും ഉന്മൂലനാശം വരുത്താൻ എല്ലാവിധത്തിലുള്ള ശക്തിയും ആയുധബലവും ആൾബലവും ശേഖരിച്ച് അവർ മുന്നേറിയിട്ട് പല ഘട്ടങ്ങളിലും അവരെ രക്തരഹിത വിപ്ലവത്തിലൂടെ തോൽപ്പിച്ചു കഴിഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ ധാരാളം വായിക്കാൻ പറ്റും. അതിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബുദ്ധിയുടെയും സംഘാടനത്തിൻ്റെയും ആ പാഠവും അതിൻ്റെ മികവും വളരെ വ്യക്തമായി ചരിത്രം മനസ്സിലാക്കി തരുന്നു. 23 വർഷത്തെ അവിടുത്തെ ദഅവത്തിൻ്റെ കാലയളവിൽ യുദ്ധങ്ങളുണ്ടായി, അനിവാര്യമായ സമരങ്ങളുണ്ടായി. ആ ധർമ്മസമരങ്ങളിലെല്ലാം അവിടുത്തെ അനുയായികളുടേതും ശത്രുക്കളുടേതുമായ ജീവനുകൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പൊലിഞ്ഞു പോയിട്ടുള്ളൂ എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. വെറും 2000 ചില്ലാനം ആളുകളാണ് അവിടുത്തെ 23 വർഷത്തിനിടയിൽ 21ഓളം യുദ്ധങ്ങൾ നടന്നിട്ട് അതിൽ മരിച്ചു പോയിട്ടുള്ളത്. ആ എണ്ണത്തിൽ അതിനേക്കാളും കുറവാണ് എണ്ണം എന്നും കാണാം ചില റിപ്പോർട്ടുകളിലെല്ലാം. എന്നാൽ ഇക്കാലത്തുള്ള യുദ്ധക്കൊതിയന്മാർ ഒരു യുദ്ധത്തിൽ തന്നെ ഇറാഖിലും മറ്റുമൊക്കെ ഉണ്ടായ ഗൾഫ് യുദ്ധവും മറ്റുമൊക്കെ നമ്മുടെ സമീപകാലത്ത് നമുക്ക് പരിചയമുള്ളതാണ്. 1-ാം ലോക മഹായുദ്ധം മുതൽ അതിൻ്റെ മുമ്പും ശേഷവുമായി ഈ യുദ്ധക്കൊതിയന്മാർ ഒരൊറ്റ യുദ്ധത്തിൽ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബോംബിട്ടും അല്ലാതെയും കൊന്നൊടുക്കിയത് നാം കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള വലിയ ആയുധശേഖരവുമായി മുസ്ലിങ്ങളെ മുച്ചൂടും നശിപ്പിക്കാൻ വന്ന സൈന്യങ്ങളോട് സമരം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി വിജയക്കൊടി പാറിച്ചിട്ടും 21ഓളം യുദ്ധങ്ങൾ നടന്നതിൽ വളരെ കുറച്ച് ജീവനാശം മാത്രമേ വന്നുള്ളൂ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സംഘാടനവും അവിടുത്തെ ആ ബുദ്ധിയുടെയും അവിടുത്തെ തീരുമാനങ്ങളുടെയും മികവായിരുന്നു കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അവിടുത്തെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പരാമർശിക്കുന്ന ധാരാളം ഹദീസുകൾ ഉണ്ട്. ഖന്തഖ് പ്രസിദ്ധമാണല്ലോ. ഖന്തഖ് യുദ്ധം അറബികൾക്ക് പരിചയമില്ലാത്ത ഒരു യുദ്ധതന്ത്രമായിരുന്നു. ഖന്തഖിൽ അവിടെ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കിയത് പേർഷ്യൻ യുദ്ധതന്ത്രങ്ങളിൽപ്പെട്ടതായിരുന്നു കിടങ്ങ് കുഴിച്ച് ശത്രുവിനെ പ്രതിരോധിക്കുക. അറബികൾക്ക് അത് അജ്ഞാതമാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ വളരെയധികം ക്ഷീണിച്ച ഒരു ഘട്ടമാണ്. ശത്രുക്കൾ ഖുറൈശികൾ മാത്രമല്ല, മദീനയിൽ ഉണ്ടായിരുന്ന ബനു ഖുറൈള, ബനു നുളൈർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജൂതഗോത്രങ്ങളും ബഹുദൈവാരാധകരായ മുഴുവൻ സൈന്യങ്ങളും ചേർന്നുള്ള സഖ്യസേനയായിരുന്നു ഈ കുറഞ്ഞ എണ്ണം മുസ്ലിംകളെ നശിപ്പിക്കാൻ വേണ്ടി മദീനയോടടുത്തുള്ള ആ നാട്ടിലേക്ക് എത്തുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളുമായി വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേർഷ്യക്കാരൻ ആണ്, അദ്ദേഹം സത്യം തേടി ഉള്ള ഒരു വളരെ നീണ്ട ഒരു യാത്രയുടെ അവസാനമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തിയത്. ആ ചരിത്രം വളരെ വിശാലമാണ്. 250ഓളം വയസ്സ് ജീവിച്ചിട്ടാണ് ഈ വളരെ വലിയ ദീർഘമായ ദുർഘടമായ സംഭവബഹുലമായ ഈ സത്യാന്വേഷണ യാത്ര അവസാനിച്ച് അവിടുന്ന് വഫാത്താകുന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു യുദ്ധമുറയുണ്ട്. ശത്രുക്കളെ പ്രതിരോധിക്കാൻ കിടങ്ങ് കുഴിക്കുക, അവരുടെ കുതിരകളെ ചാടിച്ച് കടത്താൻ സാധിക്കാത്ത വിധത്തിൽ ഏതെങ്കിലും ഒരു മലയിടുക്കിലോ അതുപോലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കണ്ടെത്തി ശത്രുക്കൾ വരുന്ന ഭാഗത്ത് അവരുടെ കുതിരയെ ചാടിച്ച് കടക്കാനോ അവരുടെ കാലാൾപ്പടക്ക് ഇങ്ങോട്ട് ചാടിക്കയറാനോ പറ്റാത്ത വിധത്തിൽ വളരെ വീതിയിലും ആഴത്തിലും ഒരു കിടങ്ങ് കുഴിച്ചാൽ നമുക്ക് ഈ സഖ്യസേനയെ പ്രതിരോധിക്കുന്നതിൽ അത് വലിയൊരു നാഴികക്കല്ലാകും എന്ന അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്ദഖ് എന്നാൽ കിടങ്ങുന്ന അർത്ഥം അത് കുഴിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശമനുസരിച്ച് സ്വഹാബികളെല്ലാവരും കൈമൈ മറന്ന് ഖന്ദഖ് കുടിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം വിവരിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഫഅറദത് ഖുദിയത്തുൻ, ഞങ്ങൾ ഖന്ദഖ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു വലിയ പാറ, ഖന്ദഖിൽ ആ കിടങ്ങിൽ ഒരു പാറ നമുക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ മണ്ണ് എടുത്തു മാറ്റുമ്പോൾ ഒരു പാറ കണ്ടു. ആ പാറ ഒരിക്കലും നമുക്ക് കൊത്തിയെടുക്കാനോ പൊട്ടിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ഒരു വളരെ വലിയ ഒരു കരിമ്പാറയായിരുന്നു അത്. നമ്മുടെ ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഒരു ആശങ്ക ഉയർത്തുന്ന വിധത്തിലാണ് ആ പാറ കിടങ്ങിൽ പ്രത്യക്ഷപ്പെട്ട് കിടക്കുന്നത്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അനനാസിലുൻ, ഞാൻ ഇറങ്ങാം. അവിടുന്ന് വന്നു. ثم قام وبطنه معصوب بحجر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടങ്ങ് കുഴിക്കുന്നിടത്തേക്ക് വന്ന സന്ദർഭം സ്വഹാബത്ത് വിവരിക്കുന്ന ഇമാം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അവിടുത്തെ വയറ്റത്ത് ഒരു കല്ല് വെച്ച് കെട്ടിയത് ഞാൻ കണ്ടു. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ക്ഷുത്തടക്കിയിട്ടില്ല, അങ്ങനെ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആ ഖാലിയായ ഒഴിഞ്ഞ വയറ് കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആയപ്പോഴാണ് ഒരു കല്ലെടുത്ത് ആ വയറ്റത്ത് വെച്ച് ശരിക്ക് ഭദ്രമായി കെട്ടി വിശപ്പ് വല്ലാതെ ഇങ്ങോട്ട് അറിയാതെ ആക്കുകയാണ്. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അവിടുന്ന് വന്നു, മഴു ആവശ്യപ്പെട്ടു. ആ പിക്കാസ്, അന്ന് അത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആയുധം ആവശ്യപ്പെടുകയും അവിടുന്ന് 3 പ്രാവശ്യം അതിൽ കൊത്തുകയും ചെയ്തു എന്നും, 3ാമത്തെ പ്രാവശ്യം കാന കസീബൻ അഹിയല, ആ പാറ ഒന്നാകെ മണലായി ഒന്നായിട്ട് അത് മണല് എടുത്ത് ഒഴിച്ചതുപോലെയാണ് അതായി തീർന്നത്. അത് വളരെ ചെറിയ സൂക്ഷ്മമായ മണൽത്തരികളായി ആ പാറ തകർന്ന് തരിപ്പണമായി. അവിടുത്തെ ആ ബാഹുബലം, ശാരീരികമായ ശക്തിയാണ് അത് കാണിക്കുന്നത്. അതുപോലെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ റുക്കാന എന്ന് പറയുന്ന ഒരു ഗുസ്തി വീരനുണ്ടായിരുന്നു. അദ്ദേഹം വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ റുക്കാനയോട് ഇസ്ലാമിനെ കുറിച്ച് അവിടുന്ന് സംസാരിച്ചു. പക്ഷെ റുക്കാനക്ക് അതങ്ങ് ബോധ്യപ്പെട്ടില്ല. അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടാനും തെളിവ് വേണമല്ലോ. എന്താണ് തെളിവ് വേണ്ടത്? റുക്കാന പറഞ്ഞു, എന്നെ ഗുസ്തിയിൽ തോൽപ്പിച്ചാൽ ഞാൻ മുസ്ലിമാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. റുക്കാനയെ വെല്ലാൻ അറബ് ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുസ്തി പിടിക്കുകയാണ് റുക്കാനയുമായി. ആ ഫസ്റ്റ് ടേമിൽ തന്നെ റുക്കാനയെ മലർത്തി അടിച്ചു. റുക്കാനക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പരിസരം ബോധം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പിടിച്ചതേ ഓർമ്മയുള്ളൂ. അദ്ദേഹം
മലർന്നു വീഴുകയാണ്. അങ്ങനെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അത് ചെയ്തപ്പോൾ റുക്കാനക്ക് മനസ്സിലായി ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ശാരീരിക പ്രകൃതിയുള്ള, ഇദ്ദേഹത്തിന്റെ ഈ മസിൽ പവറുള്ള ഒരു വ്യക്തിക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് റുക്കാനക്ക് ശരിക്കും അറിയാം. സ്വന്തം ആരോഗ്യത്തെയും കഴിവിനെയും കുറിച്ച് ഓരോരുത്തർക്കും അവബോധമുണ്ടാകുമല്ലോ. റുക്കാന വിശ്വസിക്കുകയാണ്, നിങ്ങൾ അസാധാരണമായ ഒരു ശക്തിവിശേഷത്തിന്റെ വ്യക്തിത്വമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് റുക്കാന ഇസ്ലാം പുൽകിയത് അതിന്റെ പരിധിയായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി